നമുക്ക് അലീനയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവില് അലീനയെ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് രേവതിക്കുട്ടിക്ക് അലീനെ പറഞ്ഞ കാര്യങ്ങളൊന്നും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. സത്യമാണോ ചേച്ചി പറയണത്? ഇതെനിക്ക് കേട്ടിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ലോ. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചിട്ടെ, ആദ്യമായിട്ട് ചേച്ചിയുടെ അച്ഛനെ കണ്ടു കഴിഞ്ഞപ്പം എങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം? ഓടി വന്ന് ചേച്ചിയെ കെട്ടിപ്പിടിച്ചോ? അങ്ങനെ നൂറ് സംശയങ്ങളൊക്കെ ആയിരുന്നു. അലീന പറഞ്ഞു, അങ്ങനെയൊന്നും ഉണ്ടായില്ല. എങ്കിൽ ചേച്ചി പറ, പിന്നെ എന്തൊക്കെയാ സംഭവിച്ചേ? അങ്ങനെ അലീന കുളത്തൂപ്പുഴയിൽ വന്നത് മുതലുള്ള കാര്യങ്ങളൊക്കെ പറയാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് രേവതിക്കുട്ടിക്ക് അത്ഭുതമായിരുന്നു. എന്നാലും എൻ്റെ ചേച്ചി. അപ്പോഴേക്കും അലീന പറഞ്ഞു, അതേ മോളെ, ഞാൻ നിന്നെ വിളിക്കാട്ടോ എന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്തു. രേവതിക്കുട്ടി സന്തോഷത്തോട് കൂടിയിട്ട് മാമച്ചൻ്റെയും ഗ്രേസമ്മയുടെ അടുത്തേക്ക് വന്നു. അതെ, എനിക്കിപ്പോൾ ഒരു കോള് വന്നിട്ടുണ്ടായിരുന്നു, പാലായെന്നായിരിക്കും എന്ന് മാമച്ചൻ പറഞ്ഞു. പാലായെന്നൊന്നുമല്ല, കുളത്തൂപ്പുഴയെന്നാ. കുളത്തൂപ്പുഴയിലോ? അവിടെ ആരാ ഉള്ളത്? അതെ, അലീന ചേച്ചി. അപ്പോൾ അവള് പാലായിലല്ലേ എന്ന് ഗ്രേസമ്മ ചോദിച്ചു. പാലായിലൊന്നും അല്ല ആൻറ്റി, ഇപ്പൊ കുളത്തൂപ്പുഴയിലാന്ന് പറഞ്ഞു. അതെങ്ങനെ? അതെ, അലീന ചേച്ചി കുളത്തൂപ്പുഴയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനെക്കുറിച്ച് പറയണേ എനിക്കൊരു കഥ പറയേണ്ടി വരും. ഞാൻ ഒരു കഥ പറയാം. മാമച്ചൻ പറഞ്ഞു, ശരിയാ, ഒരു കഥ കേട്ടിട്ട് കുറച്ച് നാളായി. ഒരു കഥാപ്രസംഗം തന്നെ അയക്കൂ. അതെ, കഥാപ്രസംഗത്തിനകത്ത് പാട്ടൊക്കെ ഉണ്ട്, പക്ഷെ ഇതൊന്നും ഇല്ലാന്ന് പറഞ്ഞു. എങ്കിൽ കഥ നീ പറ. അതെ, സ്റ്റാൻലി ജോസഫ് എന്ന് പറഞ്ഞൊരു പട്ടാളക്കാരനുണ്ടായിരുന്നു. അയാള് ഒരു പെണ്ണിനെ കയറി അങ്ങോട്ട് പ്രേമിച്ചു. എന്താ, പട്ടാളക്കാർക്ക് പെണ്ണിനെ പ്രേമിച്ചൂടെ എന്ന് മാമച്ചൻ ചോദിച്ചു. ഓ എൻ്റെ അങ്കിളെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ശരി പറ. അങ്ങനെ പ്രേമിച്ചു കഴിഞ്ഞിട്ട് ആ പെണ്ണ് ഗർഭിണിയായി. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? പെണ്ണിനെ കല്യാണം കഴിക്കാനായിട്ട് അയാൾക്ക് പറ്റിയില്ല. അതെന്താ കല്യാണം കഴിക്കാൻ പറ്റാത്തെ? എന്തേലും കാരണമൊക്കെ കാണുമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഗ്രേസം പറഞ്ഞു, മനസ്സിലായി. ആ പെണ്ണിന്റെ പേര് വൈജയന്തി എന്നല്ലേന്ന് ചോദിച്ചു. കൊള്ളാം, ആന്റിക്ക് 10 മാർക്കും കിട്ടിയിരിക്കുന്നു. അല്ല ഗ്രേസമ്മ, നിനക്കിതെങ്ങനെ മനസ്സിലായി? അല്ല, ഈ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. വൈജയന്തിയുടെ കഥ നമ്മൾ മുമ്പ് കേട്ടിട്ടുള്ള ആളല്ലോ എന്ന് പറഞ്ഞു. അല്ല, എങ്കിൽ ശരി, ബാക്കി കഥയും കൂടെ നീ പറ എന്ന് പറഞ്ഞു. അപ്പോഴേക്കുമാണ് അലീനയുടെ കോള് വീണ്ടും വരുന്നത്. രേവതിക്കുട്ടി അങ്ങനെ കോൾ എടുത്ത് കഴിഞ്ഞപ്പോൾ അലീന പറഞ്ഞു, അയ്യോ മോളെ, ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയിരുന്നു. എന്താ ചേച്ചി? അത് പിന്നെ ഈ സ്റ്റാൻലി ജോസഫ് എന്നുള്ള പേര് മോൾ ആരോടും പറയണ്ട കേട്ടോ എന്ന് പറഞ്ഞു. അതെന്താ ചേച്ചി? അത് ആ പേര് കേട്ട് അറിയാവുന്ന പലരും കാണും, അതുകൊണ്ടാ. അയ്യോ, ഞാനിവിടെ അങ്കിളിനോടും ആൻറ്റിയോടും ഒക്കെ പറഞ്ഞു പോയല്ലോ. അത് സാരമില്ല, അവരോട് പറഞ്ഞു. പക്ഷെ കടപ്പാട്ടിലും കൊല്ലപ്പള്ളിയിലൊന്നും ആരോടും പറയണ്ട കേട്ടോ. ശരി, ഞാൻ പറയത്തില്ല എന്ന് പറഞ്ഞു. അതെ, ഇവിടെ ആൻറ്റി അങ്കിളും എൻ്റെ ഇടയിലുണ്ട്. ഒരു കാര്യം ചെയ്യാം, ഞാൻ ആൻറ്റിയുടെ ഇടയിൽ കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ രേസമ്മ ഫോൺ വാങ്ങിച്ചു. ഹലോ മോളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്നൊക്കെ അലീനോട് ചോദിക്കുകയാണ്. അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അലീന പറഞ്ഞു, ആൻറ്റി, ഞാനിപ്പോൾ എവിടെയാണ് നിൽക്കണമെന്നറിയാവോ? എൻ്റെ സ്വന്തം പപ്പയുടെ വീട്ടിലാന്ന് പറഞ്ഞു. പപ്പയുടെ വീട്ടിലോ? രേവതിക്കുട്ടിയൊന്ന് നോക്കി. ഇത് അത്ഭുതമായിരിക്കുന്നല്ലോ മോളെ, എനിക്കിത് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. ആദ്യം എനിക്കും വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അല്ല, ആരാ നിന്നെ അവിടേക്ക് കൊണ്ടേ ആക്കിയത്? അത് കടപ്പാട്ട വീട്ടിലെ അച്ഛനാ, എൻ്റെ സ്വന്തം അച്ഛനാ എന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടേ ആക്കിയത്. അവിടെ എവിടെയെല്ലാം അന്വേഷിച്ച് പെറുക്കി ഒടുവിൽ എൻ്റെ പപ്പയുടെ അരിയിലേക്ക് എന്നെ എത്തിച്ചെന്ന് പറഞ്ഞു. അല്ല, എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ബാലേന്ദ്രനെ കുറിച്ച് പറയുമ്പോഴൊക്കെ. അല്ല ആൻറ്റി, അവിടെ അങ്കിളില്ലേ, അങ്കിളിനൊന്ന് ഫോൺ കൊടുക്കാമെന്ന് ചോദിച്ചു. അതിനെന്താ? അങ്ങനെ മാമച്ചാന് ഫോൺ കൊടുത്തു. ഹലോ അലീന, അങ്കിളെ സോറി കേട്ടോ, പറയാൻ പറ്റിയില്ല പോന്നപ്പോൾ. അതൊന്നും സാരില്ല, നീ എത്തേണ്ട അടുത്ത് തന്നെ എത്തിയില്ലോ. ഇപ്പം ഞങ്ങൾക്ക് സന്തോഷമായെന്ന് പറഞ്ഞു. അതെ അങ്കിളെ, അങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് സമയം മാമച്ചനുമായിട്ട് സംസാരിക്കുകയാണ്. അല്ല, അയാളുടെ പേരെന്താന്നാ പറഞ്ഞേ? സ്റ്റാൻലി ജോസഫ്. അങ്കിളിനറിയാവോ ഈ സ്റ്റാൻലി ജോസഫ്? എവിടെയോ കേട്ടിട്ടുള്ള പോലെയാന്ന് പറഞ്ഞു. സ്റ്റാൻലി ജോസഫ് എന്നാ എൻ്റെ സ്വന്തം പപ്പയുടെ പേരെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് സമയം സംസാരിച്ച് കോള് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ഗ്രേസം പറഞ്ഞു, എന്നാലും എനിക്കിത് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. അപ്പോഴേക്കും മാമച്ചൻ പറഞ്ഞു, എടീ, ഈ സ്റ്റാൻലി ജോസഫ് എന്നുള്ള പേര് നീ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? എനിക്കിങ്ങനെ അറിയാം മാമച്ചൻ കേട്ടിട്ടുണ്ടോന്ന്. ഞാൻ എവിടെയോ കേട്ടിട്ടുള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട്. എവിടെ? അല്ല, അത് പട്ടാള ക്യാമ്പ് വെച്ചോണെന്ന് അറിയില്ല. എങ്ങനെ അറിയാം? മാമച്ചാൻ ആകെപ്പാടെ അറിയാവുന്നൊരു പേര്, മാമച്ചാൻ്റെ സ്വന്തം പേര് മാത്രമല്ലെന്ന് ചോദിച്ചു. അപ്പോഴേക്കും രേവതിക്കുട്ടി ചിരിച്ചു. അതൊന്നും അല്ല ഗ്രേസമ്മേ, ഈ പേരെനിക്ക് നല്ല പരിചയമുള്ള പേരാ. ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല, എവിടെയാന്നൊരു ഓർമ്മയും കിട്ടുന്നില്ല. രേവതിക്കുട്ടി പറഞ്ഞു, അങ്കിളല്ലേ ആള്, നന്നായിട്ട് ഓർത്തെടുത്തത് തന്നെ. ഇന്നലെ കണ്ട ആളെ മറന്നുപോകും. പിന്നെ അതും പറഞ്ഞിട്ട് രേവതിക്കുട്ടി കളിയാക്കുകയും ചെയ്തു മാമച്ചാനെ.
കുറച്ച് കഴിഞ്ഞപ്പോൾ അലീന നായ്ക്കളുടെ അടുത്തേക്ക് വന്നു. അവയെ കൊഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഫോണൊക്കെ എടുത്ത് കുറച്ച് സെൽഫിയും കാര്യങ്ങളൊക്കെ എടുത്ത് ഇങ്ങോട്ട് നോക്കടാ, എനിക്ക് ഈ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കണം, നിങ്ങളുടെ കാര്യത്തെക്കുറിച്ചൊക്കെ പറയാൻ ഞാൻ മറന്നുപോയി. അപ്പോൾ ഈ ഫോട്ടോസ് കാണിച്ചിട്ട് എനിക്ക് കുറേ കാര്യങ്ങൾ പറയാനുള്ളതാണ്. അതും പറഞ്ഞിട്ട് അവരെ ഹോമനിച്ചിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും അവരോടൊപ്പം നിന്ന് എടുക്കുകയാണ്. അവന്മാർ നല്ല അനുസരണയോടുകൂടി അലീനയോടൊപ്പം നിൽക്കുകയാണ്. അലീനയെ മുട്ടി ഉരുമുന്നു നക്കുന്നു എന്ന് വേണ്ട ഭയങ്കര പ്രകടനങ്ങളും കാര്യങ്ങളൊക്കെ. ഇതൊക്കെ കണ്ടുകൊണ്ട് നിന്നപ്പോൾ കിളി പോയി പൗലോസിനും ബൈജുവിനും. അപ്പം ബൈജു പൗലോസിനോട് പറഞ്ഞു, ഇതേ നോക്കിയേട്ടാ, എൻ്റെ ദൈവമേ കണ്ടില്ലേ, എന്നാലും ഇതെന്തൊരു മറിമായോ, എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. അപ്പോഴേക്കും പൗലോസ് പറഞ്ഞു, അത് ശരിയാ, അപ്പുറത്തൊരുത്തം മുട്ടി ഉരുമി പോകുന്നില്ലേ, അവനെ ഷൂട്ടിങ്ങിന് വേണ്ടി കൊടുക്കാമെന്ന് ചോദിച്ചുകൊണ്ട് കുറച്ച് പേര് ഇവിടെ വന്നില്ലേ, അതിൽ ഒരുത്തനെ കടിച്ചു കീറി ഒരു പരുവാക്കി വിട്ട് ഓർക്കുന്നുണ്ടോ? എന്നിട്ട് ഇപ്പം കണ്ടില്ല അവനൊരു മാതിരി മണഗുണാഞ്ചനെ പോലെ ആ പെണ്ണിൻ്റെ പിന്നാലെ പോകുന്നത്. അത് ശരിയാ എൻ്റെ പൗലോസേട്ടാ, ഞാനിവിടെ വന്ന സമയത്തുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ബൈജു അങ്ങ് തുടങ്ങുവാണ്. ആദ്യമായിട്ട് വന്ന സമയത്ത് ഇവൻ എന്നെ ഓടിച്ചു മരത്തെ കയറ്റി. അന്ന് കേണൽ സാബ് വന്നതിന് ശേഷമാണ് ഞാൻ ഇറങ്ങിയത്. എന്നിട്ട് ഇപ്പം കണ്ടില്ലേ ആ പെണ്ണിൻ്റെ പിന്നാലെ പോകുന്നേ, കുറേ കാലത്തെ പരിചയമുള്ള പോലെ. ഇതേ പൗലോസേട്ടാ, നമ്മളൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാട്ടോ. ആ പെണ്ണിന് എന്തൊക്കെയോ മറിമായും അറിയാൻ തോന്നേ, അല്ലെങ്കിൽ പിന്നെ ഇവന്മാരൊക്കെ അവളുടെ ഒപ്പം കൂടുമോയെന്ന് ചോദിച്ചു. അത് ശരിയാ, നമ്മളെപ്പോലും അവന്മാർക്ക് മനസ്സിലാവുന്ന എത്ര കാലം കഴിഞ്ഞതിന് ശേഷമോ. പക്ഷെ ഇതങ്ങനെയല്ല, അവളോടൊപ്പം മുട്ടിയുരുമിയുള്ള ആ പോക്ക് കണ്ടാൽ തന്നെ അറിയാം. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ അവർക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഇതേ സമയത്ത് കൃഷ്ണമോളും ബബിതയും കൂടെ സംസാരിച്ചിരിക്കുകയാണ് ഹാളിൽ. അങ്ങനെ ഫോണിനകത്തൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വൈജയന്തി അപ്പുറം മാറിയിരിക്കുന്നുണ്ട്. എന്തോ കണക്കുകളും കാര്യങ്ങളൊക്കെ എഴുതിക്കൊണ്ടിരിക്കുക. കുറച്ച് കഴിയുമ്പോൾ വൈജയന്തി അങ്ങോട്ട് വന്നിട്ട് നിനക്കൊന്നും ഒരു പണിയില്ലേ, നിനക്കൊന്നും പഠിക്കാനില്ലേ? അമ്മേ, ഇത് സ്റ്റഡി ടൈം അല്ല, ഇത്തിരി കഴിയുമ്പോഴേ സ്റ്റഡി ടൈം ആകുന്നേ. ഓഹോ, അപ്പം അങ്ങനെയൊക്കെ ഉണ്ടോ നിനക്കൊക്കെ? അതൊക്കെ പുതിയ അറിവാണല്ലോ. സ്റ്റഡി ടൈമിൽ പഠിച്ചാൽ മാത്രം നിൻ്റെയൊക്കെ തലയിലേക്ക് കയറുള്ളൂ, മര്യാദയ്ക്ക് പോയിരുന്ന് പഠിക്കടി. അപ്പോഴേക്കും ഭവതി എതിർത്തു. അതെ, ഞങ്ങൾ തീരുമാനിച്ചോളാം അതൊക്കെ, അമ്മ അതിനകത്ത് ഇടപെടേണ്ട കാര്യമൊന്നുമില്ല. ഇത്രയും ദിവസം അമ്മയില്ലായിരുന്നല്ലോ ഇവിടെ, ഞങ്ങൾ തന്നെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നേ. അതെ, ഇനി അങ്ങനെ കൂടുതൽ കാര്യങ്ങളൊന്നും ചെയ്യണ്ട, പറഞ്ഞത് മനസ്സിലായല്ലോ. അപ്പോഴേക്കും കൃഷ്ണമോള് പറഞ്ഞു, അമ്മ ഞങ്ങളൊരു കുറച്ച് സമയം കഴിയുമ്പോൾ പൊക്കോളാം, പോയിരുന്ന് പഠിച്ചോളാം എന്ന് പറഞ്ഞു. ഒരു 10 മിനിറ്റ് കൂടെ കഴിയട്ടെ എന്ന് പറഞ്ഞു. വീണ്ടും വൈജയന്തി അവിടെ പോയിരുന്ന് എഴുത്തും കുത്തും തുടങ്ങി. ആ സമയത്ത് കൃഷ്ണമോളും ഭവിതയും കൂടെ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ബാലേന്ദ്രൻ്റെ വരവ്. ബാലേന്ദ്രൻ വന്നിട്ട് ചോദിച്ചു, എന്താ രണ്ടുപേരും കൂടെ? അച്ഛൻ ഇങ്ങോട്ട് വന്നേ, ഇത് കണ്ടോ, അലീന ചേച്ചി കുറച്ച് ഫോട്ടോസൊക്കെ ഇട്ട് തന്നിട്ടുണ്ട്. ആഹാ, അലീന ഫോട്ടോ ഇട്ട് തന്നിട്ടുണ്ടോ? എങ്കിലും ഒന്ന് കാണണമല്ലോ. വൈജി ഒന്ന് ഏറുകെട്ടിന് തൊട്ട് നോക്കിയിട്ടാണ് ബാലേന്ദ്രൻ പറയണേ. വൈജയന്തിക്ക് ഒട്ടും സൂഹിക്കുന്നുണ്ടായിരുന്നില്ല. ബാലേന്ദ്രൻ അവരുടെ നടുക്കിലേക്ക് വന്നിരുന്നു. എന്നിട്ട് നോക്കുകയാണ് ഫോട്ടോസ്. ഇങ്ങ് നോക്കിയച്ചാ, ഈ നായ്ക്കുട്ടികളോടൊപ്പം രാവിലെ തന്നെ അലീന ചേച്ചി അവരോടൊപ്പം ആന്ന് തോന്നല്ലോ. ആ, എൻ്റെ മക്കളെ ഒന്നും പറയണ്ട. ഞാനും ഗോവർദ്ധനും ആദ്യം അവിടെ ചെന്നപ്പോഴുണ്ടല്ലോ ഈ പ്ലാന്ററുടെ വീട്ടില്, ഇവന്മാര് രണ്ടുപേരും കൂടെ പാഞ്ഞു വന്നു. ഡോറ് തുറന്ന് പുറത്തിറങ്ങാൻ പോലും ഭയങ്കര പേടിയായിരുന്നു ഗോവർദ്ധന്. കാരണം എങ്ങാനും കടിച്ചാലോ എന്ന് ഓർത്തിട്ട്. അവന്മാര് പക്ഷെ സ്നേഹമുള്ള അവന്മാരൊക്കെ തന്നെയാ. ഈ പറയുന്ന പ്ലാന്ററുടെ കണ്ണെന്ന് ചലിച്ചാൽ മതി, അവന്മാർക്കറിയാം അത് എന്തിനു വേണ്ടിയിട്ടാണ്. അത്ര സുരക്ഷയാ അവിടെയുള്ള അയാൾക്ക് കിട്ടണേന്ന് പറഞ്ഞു. എന്നാലും അലീന ചേച്ചി എങ്ങനെ അവരെ കയ്യിലെടുത്തു? അലീനയുടെ സ്വഭാവം അറിയാലോ, നായ്ക്കളെ പണ്ട് തൊട്ട് ഭയങ്കര കാര്യമില്ലേ. ഇവിടുത്തെ റിങ്കുവിൻ്റെ കാര്യം തന്നെ ഒന്ന് ഓർത്ത് വെക്ക്. ഡോക്ടർ റിങ്കു അലീനയോട് എന്ത് സ്നേഹമായിരുന്നു. അത് ശരിയാ, ഭയങ്കര സ്നേഹമായിരുന്നു പറഞ്ഞു. അലീന ചേച്ചിക്ക് അവിടെ സുഖമാണല്ലോ അല്ലേ? പിന്നല്ലാതെ. അല്ല, ഒരു കാര്യം ചെയ്യാം, ഞാൻ അവളെ ഒന്ന് വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അലീനയെ ഫോൺ വിളിക്കുകയാണ്. ഹലോ അച്ഛ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളെന്ന് ചോദിച്ചു. അപ്പോഴേക്കും കൃഷ്ണ പറഞ്ഞു, അച്ഛൻ മാത്രമല്ല ഞാനും ഉണ്ട്. ബബിത പറഞ്ഞു, ഞാനും ഉണ്ടെന്ന് പറഞ്ഞു. ആഹാ, കൊള്ളാലോ, എല്ലാവരും കൂടെ ഉണ്ടല്ലോ. അല്ല, എന്തെടുക്കുമായിരുന്നു? ഞങ്ങൾ ചുമ്മാ ഇങ്ങനെ ഓരോന്നൊക്കെ സംസാരിച്ചുകൊണ്ട്. അല്ല, ഇത് സ്റ്റഡി ടൈം അല്ലേ? ഇത് സ്റ്റഡി ടൈം ആണ്. അപ്പം അച്ഛൻ വന്നുകൊണ്ട് ഒരു ഇത്തിരി സമയം ഞങ്ങൾ റെസ്റ്റ് എടുത്തെന്ന് പറഞ്ഞു. ഇതെല്ലാം കേട്ട് വൈജി അവിടെ ഇരിക്കുന്നുണ്ട്. വൈജിക്ക് ഒട്ടും പിടിക്കുന്നുണ്ടായിരുന്നില്ല. അതെ, സ്റ്റഡി ടൈമിൽ പോയിരുന്ന് പഠിക്കണം, അറിയാലോ. ഇനി പോയിരുന്ന് പഠിക്കാൻ നോക്ക്, നമുക്ക് പിന്നെ സംസാരിക്കാം. അപ്പോഴേക്കും കൃഷ്ണമോള് പറഞ്ഞു, സ്റ്റഡി ടൈം കഴിഞ്ഞ് വിളിക്കാം കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ ബബിത എഴുന്നേക്കാൻ തുടങ്ങിയിട്ട് ബബിത പറഞ്ഞു, അയ്യോ അലീന ചേച്ചി, ഒരു കാര്യം ചോദിക്കാൻ വിട്ടുപോയി. എന്താ? ഞങ്ങളെ എപ്പോഴും അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നതെന്ന് ചോദിച്ചു. കൊണ്ടാവാം, സമയമാവട്ടെ, കൊണ്ടാവാന്ന് പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ട് എഴുന്നേറ്റ് മുറിയിലേക്ക് പോകാൻ തുടങ്ങുമ്പോഴത്തേനും ബാലേന്ദ്രൻ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അലീനയെ. അപ്പോഴേക്കും വൈജയന്തി അങ്ങോട്ട് ചെന്നു ഭവിതയുടെ കൃഷ്ണമോളുടെ അടുത്തേക്ക്. നിനക്കൊന്നും അവളുടെ അടുത്തേക്ക് പോകാതിരുന്നുകൂടല്ലേ ഇടി? ആ ഒരുമ്പട്ടോള് ഇവിടുന്ന് പോയി കഴിഞ്ഞിട്ട് അവിടെ ഒരു സമാധാനം വന്നേ. അവളുടെ അടുത്തേക്ക് നിനക്കൊക്കെ പോകണമല്ലേ? നാണം ഉണ്ടോടി അവിടേക്ക് പോയി വലിഞ്ഞു കയറാനായിട്ട്? ഭവിത പറഞ്ഞു, അതെന്തിനാ വലിഞ്ഞു കയറുന്നേ? അതിൻ്റെ ആവശ്യം എന്താന്ന് ചോദിച്ചു.
ഞങ്ങൾക്ക് പോവാൻ അറിയാന്ന് പറഞ്ഞു. ഇതേ മിണ്ടരുത് നീ. അതെ, ഇവിടെ ഞാൻ പറയുന്ന നടക്കുള്ളൂ. അങ്ങനെ കണ്ടവിടത്ത് കയറി നിരങ്ങാനൊന്നും ഞാൻ സമ്മതിക്കത്തൊന്നുമില്ല. തോന്നുമ്പോ പോനും തോന്നുമ്പോ വരാനൊന്നും ഞാൻ സമ്മതിക്കില്ല. ഇത് അമ്മ തന്നെ പറയണം. ഈ പറയുന്ന അമ്മയാണല്ലോ ഇവിടുന്ന് പോയത്. എന്നിട്ട് വലിഞ്ഞു കയറി വന്നില്ലേ ഒരു ഇത്തിരി പോലും നാണമില്ലാതെ. അമ്മ ഞങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ ഇടപെടണ്ട, പറഞ്ഞു കേട്ടല്ലോ. എന്താന്ന് വെച്ചാൽ ഞങ്ങൾക്കറിയാൻ ചെയ്യാനായിട്ട്. അപ്പോഴേക്കും കൃഷ്ണമോള് പറഞ്ഞു, അമ്മേ വെറുതെ പ്രശ്നം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞു. ആ സമയം ബാലേന്ദ്രൻ ശ്രദ്ധിച്ചു. എന്താ അവിടെ ഒരു പ്രശ്നം എന്ന് ചോദിച്ചു ബാലേന്ദ്രൻ അങ്ങോട്ട് വന്നു. അപ്പോഴേക്കും കൃഷ്ണമോള് പറഞ്ഞു, അത് പിന്നെ പഠിക്കുന്ന കാര്യത്തെക്കുറിച്ച് തർക്കമാന്ന് പറഞ്ഞു. അതും പറഞ്ഞിട്ട് ഭാവ വിദേശിന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണമോള് പെട്ടെന്ന് ബബിതയും വിളിച്ചുകൊണ്ട് പോയി. ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാ. അപ്പോഴേക്കും ബാലേന്ദ്രൻ വൈജയന്തിയോട് പറഞ്ഞു, അതെ അവരുടെ കാര്യത്തിൽ കൂടുതൽ തലയിടാൻ പോകരുത്. പോയിട്ടുണ്ടെങ്കിൽ എന്നെപ്പോലൊന്നും അല്ല പിള്ളേര് നല്ല വർത്താനം പറയും. അവര് ചിലപ്പോൾ കേട്ടുകൊണ്ടിരുന്നെന്ന് വരത്തില്ലോ എന്ന് പറഞ്ഞു. അവസാനം നാണം കിടുന്ന നീയായിരിക്കും വൈജയന്തി എന്ന് പറഞ്ഞു. വൈജയന്തിക്ക് കർമ്മ തട്ടി കിട്ടിയ പോലെ ആയിപ്പോയി. വൈജയന്തി പറഞ്ഞു, അവരെൻ്റെ മക്കളാണെങ്കിൽ എനിക്ക് അനുസരിപ്പിക്കാൻ അറിയാം. ചെല്ലിയല്ലേ, ചെന്ന് മേടിച്ചു കൂട്ട്. നാണം ഉണ്ടോ നിനക്കെന്ന് ചോദിച്ചു. വീണ്ടും പറയാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ബാലേന്ദ്രൻ പറഞ്ഞു, അതെ ഞാൻ ഫോണിലാന്ന് പറഞ്ഞു. പറഞ്ഞോ മോളേന്ന് പറഞ്ഞു. എന്താച്ചാ അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഓ എന്ത് ഒരു പ്രശ്നമില്ല. അല്ല മോൾക്ക് അവിടെ എങ്ങനെയുണ്ട്? ഇവിടെ എന്താച്ചാ എന്താവാനായിട്ടാ? ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ അതുപോലൊക്കെ തന്നെ. ഇവിടെ ചെയ്യാനായിട്ട് പണിയൊന്നും ഇല്ലെന്നേ, എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും നടപ്പ് മാത്രമേ ഉള്ളൂ. അത് നിനക്ക് ശീലമുള്ള കാര്യമല്ലോ അല്ലേന്ന് ചോദിച്ചു. അതും പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രൻ മുറിയിലേക്ക് അങ്ങോട്ട് കയറിപ്പോവാണ്. അവിടുത്തെ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട്. ഈ സമയത്ത് സ്റ്റാലിയുടെ ഫോണിലേക്ക് അത് കുടിച്ചാൻ്റെ കോള് വരുന്നേ. എടാ നീ അവളെ പോയി കൂട്ടിക്കൊണ്ട് വന്നില്ലേന്ന് ചോദിച്ചു. അത് പിന്നെ അപ്പച്ചാ എടാ നിന്നോട് ഞാൻ പറഞ്ഞല്ലേ വേണ്ടാന്ന്, നീ എന്തു ഭാവിച്ചത്? ഓഹോ അപ്പൊ എൻ്റെ വാക്കിന് പുല്ല് വിലയല്ലേ? എടാ ഇനി എൽസമ്മയോടും മക്കളോടും ഒക്കെ ഞാൻ എന്തു പറയൂടാ? അതിന് അപ്പച്ചനൊന്നും പറയേണ്ട കാര്യമില്ല. മര്യാദയ്ക്ക് അവളെ പറഞ്ഞു വിട്ടോണം അവിടുന്ന്. അങ്ങനെ പറഞ്ഞു വിടാനൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അപ്പച്ച എന്തൊക്കെ സംഭവിച്ചാലും ശരി എല്ലാം ഫേസ് ചെയ്യാൻ തയ്യാറായിട്ട് തന്നെ ഞാൻ അവളെ കൂട്ടിക്കൊണ്ട് വന്നേന്ന് സ്റ്റാലിൻ തറപ്പിച്ച് പറയണം. അവത് കുടിച്ചാന് എന്ത് മറുപടി പറയണമെന്ന് അറിയത്തില്ല. അവത് കുടിച്ചാന് മനസ്സിലായി ഇനിയിപ്പോൾ താൻ എന്തൊക്കെ പറഞ്ഞാലും സ്റ്റാലി അവിടുന്ന് പറഞ്ഞു വിടുന്നില്ല അവളെന്നുള്ള കാര്യങ്ങളൊക്കെ. അതിൻ്റെ കഥകളൊക്കെ കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.